അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖി അംബിയാഇ വൽ മുർസലീൻ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ അമ്മാ ബഅദ് ഫഇന്നൽ ഖൈറ ഹദീസിൽ കിതാബുല്ലാഹി വഖൈറൽ ഹദിയി ഹദിയി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ മഅദല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മൈ ബിലവഡ് സിസ്റ്റേഴ്സ്. നമ്മുടെ വിഷയം ഇന്നത്തെ തയമ്മമാണ് അല്ലേ. ഇതൊരു റിക്വസ്റ്റഡ് ക്ലാസ് ആണ്. കഴിഞ്ഞ ദിവസം തയമ്മുമിനെ കുറിച്ചിട്ട് ഒരു സഹോദരി ചോദിക്കാൻ ഇട വന്നു. ഞാൻ വിചാരിച്ചു പിന്നെ ഏതായാലും അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാലോ എന്ന് വിചാരിച്ചു. അൽഹംദുലില്ലാഹ്. അപ്പം തയമ്മും ആർക്കെല്ലാം ആകാം, എപ്പോഴെല്ലാം ചെയ്യാം, തയമ്മും ബാത്തിലാകുന്ന അവസരങ്ങൾ അല്ലേ, അത് യാത്രക്കാർക്കോ രോഗികൾക്കോ, അങ്ങനെ കണ്ട വിഷയങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. സൂറത്തു നിസായിലെ 44-ാമത്തെ ആയത്ത് അല്ലേ. അപ്പോൾ ഇത് ഖുർആനിൽ വിശദീകരിക്കപ്പെട്ട ഒരു ബദൽ സംവിധാനമാണ്. അപ്പോൾ ഇത് ഹദീസാണെന്ന് വിചാരിച്ച് തള്ളിക്കളയേണ്ട ആവശ്യവുമില്ല അല്ലേ. അതിൻ്റെ കേവലം സുദീർഘമായ ആയത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. വലൻ തജിദു മാഅൻ ഫതയമ്മമു സഗീദൻ ത്വയ്യിബൻ ഫഅംസഹു ബിവുജൂഹിക്കും വഅയ്ദീക്കും ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ. സൂറത്തു നിസായിലെ 44 ആയത്ത്. അതായത് ഒരാൾ രോഗിയായാൽ അല്ലെങ്കിൽ യാത്രക്കാരനായാൽ നിങ്ങൾക്ക് തയമ്മം ഹലാലായി അല്ലേ. കുളിക്ക് പകരം കുളിക്കാൻ, അതായത് ജനാബത്ത് കുളിയോ ഹൈള് കുളിയോ നിർബന്ധമായ സാഹചര്യത്തിൽ വലം തെജിദൂ മഅ, വെള്ളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തയമ്മം ചെയ്യാം. അപ്പം തയമ്മം എങ്ങനെ അല്ലേ. ചിലർ പറയുന്നു ശുദ്ധമായ മണ്ണ് വേണം, മണ്ണ് തന്നെ വേണം. ചിലർ പറയുന്നു അതല്ല, ഭൂമിയുടെ ശുദ്ധമായ പ്രതലം മതി. രണ്ട് വിഷയങ്ങളെക്കുറിച്ച് രണ്ട് പ്രഗത്ഭ പണ്ഡിതന്മാരുടെ ക്ലാസ്സിന് ആസ്പദമായിട്ടാണ് ഞാൻ പറയുന്നത്. നൂസൈൽ സലഫിൻ്റെ വിശദീകരണത്തിൽ നിന്ന് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അതായത് മണ്ണ് കൊണ്ട് തന്നെയാണ് ഉത്തമം എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് ബിസ്മില്ല ചൊല്ലുക, രണ്ട് കൈകളും നിലത്തടിക്കുക. നിലത്ത് മീൻസ് മണ്ണിൽ അടിച്ചിട്ട് ബിസ്മില്ല ചൊല്ലിയിട്ട് മുഖവും ആ രണ്ട് കൈ കൊണ്ട് മുൻകൈകളും, ഒരു കൈയിൻ്റെ മുൻകൈ കൊണ്ട് മറ്റേ കൈൻ്റെ പുറം തടവുക, മറ്റേ കൈകളിൻ്റെ മുൻകൈ കൊണ്ട് മറ്റേ കൈൻ്റെ പുറം തടവുക. അങ്ങനെയാണ് ഈ തയമ്മം. ചിലർ വിചാരിക്കും എല്ലാ വുളുവിൻ്റെ അവയവങ്ങളും തടവണം, നായി തൊടാത്ത മണ്ണ്, അങ്ങനെയൊക്കെ പല സിഫാത്തുകൾ പറഞ്ഞു കേൾക്കാം അല്ലേ. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല അല്ലേ. അതായത് ശുദ്ധമായ പ്രതലത്തിലെ മണ്ണെന്ന് മാത്രം അവിടെ വന്നിട്ടുള്ളത്. ജനാബത്ത് ഹൈദ് പോലെയുള്ള ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും നമുക്ക് ഇത് മതിയാകുന്നതാണ്. ചെറിയ അശുദ്ധി മീൻസ് എന്ന് പറഞ്ഞാൽ വുളു അല്ലേ. വുളു എടുക്കേണ്ട ആവശ്യത്തിനൊക്കെയുള്ള അശുദ്ധിയെക്കുറിച്ചാണ് നമ്മൾ ചെറിയ അശുദ്ധി എന്ന് ഉപയോഗിക്കുന്നത്. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രോഗിയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സെയിം തയമ്മം ചെയ്യാം അല്ലേ. ചില രോഗികൾക്ക് വെള്ളം പാടില്ലാത്തതുണ്ടാവും, ചിലർക്ക് ടോയ്ലറ്റിൽ പോയി ഒന്നും എടുക്കാൻ പറ്റാത്തതുണ്ടാവും. അങ്ങനെ പല പല അവസരങ്ങളിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. എന്നാൽ മനുഷ്യന്മാർ ചിലരുണ്ട് അല്ലേ, അള്ളാഹു തന്ന ആനുകൂല്യങ്ങൾ, അള്ളാഹു തന്ന ഇളവുകൾ സ്വീകരിക്കാൻ തയ്യാറാവാത്തവർ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യുഹിബ്ബു അൻ തുഅത സുഖസുഹു കമാ യുക്റഹു അൻ തുഅത മഅസിയതുഹു. അത് ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തീർച്ചയായും അള്ളാഹു അവൻ്റെ നിരോധനങ്ങൾ, ഹറാമുകൾ പ്രവർത്തിക്കുന്നത് വെറുക്കുന്നത് പോലെ തന്നെ അവൻ്റെ ഇളവുകൾ സ്വീകരിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇത് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഇപ്രകാരം. അതായത് അള്ളാഹു ഇപ്പോൾ നമ്മൾ ദീർഘദൂര യാത്രയിലാണ്, നമുക്ക് ഒളു എടുക്കാൻ പറ്റൂല, വെള്ളമില്ല, അല്ലെങ്കിൽ രോഗിയാണ്, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മുറിവിൽ ഒരു കാരണവശാലും വെള്ളം ആവാൻ പാടില്ല, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയി ഒളു എടുക്കാൻ പറ്റൂല. ഇങ്ങനത്തെ അവസരങ്ങളിലെല്ലാം നമുക്ക്
പിന്നെ തൈമം ഹലാലാണ് അല്ലേ? പക്ഷെ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും സ്വീകരിക്കാണ്ട് ഞാൻ രോഗിയാണെങ്കിലും ബാത്റൂമിൽ എല്ലാ ഭക്തിയിലും പോയി വുളു എടുക്കുന്നോ, അതല്ല ഇനിയിപ്പോൾ യാത്രയിൽ ജമ്മും കസറും ചെയ്യൂല, ഞാൻ പൂർണ്ണമായി ഫർദ് നമസ്കരിക്കുമെന്നൊക്കെ വാശി പിടിക്കുന്ന ആളുകളെ കാണാം അല്ലേ? അതായത് അള്ളാഹു പറയുന്നത് എന്താ വെച്ചാൽ, തീർച്ചയായും അള്ളാഹുവിൻ്റെ നിരോധനം, നമ്മൾ ഹറാമായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നുണ്ടല്ലോ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സിനിമ കാണൽ, TV കാണൽ, പിന്നെ അങ്ങനെ ഒരുപാട് അള്ളാഹുവിൻ്റെ ഡൂസ് ആൻഡ് ഡുനോട്ട്സ് ഉണ്ട്. അതിലെ ഡുനോട്ട്സ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തന്ന ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നതും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ ചില അധികം ആളുകളും അള്ളാഹു നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിക്കാതെ ജമ്മും കസറും പോലെയുള്ള നിയമങ്ങളിലും ഇതുപോലെ തയമം വിഷയങ്ങളിലൊക്കെ വാശി പിടിച്ച് സ്വന്തം നാടുകളിൽ വെച്ച പോലെ തന്നെ അമലുകൾ ചെയ്യുന്നത് കാണാം അല്ലേ? ഇത് ശരിയല്ലെന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നു. അപ്പം ഉളുവിനും കുളിക്കും സെയിമാണ് അല്ലേ? അപ്പോൾ ഒരു രസകരമായ സംഭവം ഉണ്ടായി. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു സഹാബത്തിന് യാത്രയിൽ കുളി വാജിബായി അല്ലേ? സ്വപ്നസ്ഖലനം ഉണ്ടായിട്ടോ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് കുളി വാജിബായി. അപ്പോൾ അദ്ദേഹം റിയലൈസ് ചെയ്ത് എന്താ വെച്ചാൽ, വുളു എടുക്കുമ്പോൾ കയ്യും മുഖമാണല്ലോ തടവുന്നെങ്കിൽ കുളിയല്ല, ഞാനൊരു കാര്യം ചെയ്യാം, മണ്ണിൽ കിടന്ന് ഉരുളാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് പ്രാക്ടിക്കലി ഇത് പ്രകാരം പ്രവർത്തിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കംപ്ലൈൻ്റ് ആയിട്ട് എത്തി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈകളും നിലത്തടിച്ചിട്ട് നമ്മൾ കയ്യിൽ മണ്ണ് പുരണ്ടതാണെങ്കിൽ പുറം കൈ കൊണ്ട് രണ്ട് കൈയിൻ്റെ മണ്ണ് തട്ടിയിട്ട് മുഖവും തടവി രണ്ട് മുൻകൈകളും തടവി ഇങ്ങനെ മതിയായിരുന്നു എന്ന് ആ സ്വഹാബിയോട് പറയുകയുണ്ടായി അല്ലേ? അപ്പോൾ പൊടി ഉണ്ടെങ്കിൽ ഊതിക്കളയുകയോ തട്ടിക്കളയുകയോ ചെയ്യാം. പിന്നെ ഈ കുളിക്കും ഇത് തന്നെ മതി. വുളുവിനും ഈ പ്രകാരം ചെയ്താൽ മതി, കുളിക്കും. നമുക്കിനിപ്പോൾ ഹൈലാണ്, മെൻസസ് ആണ് അല്ല, അപ്പം മെൻസസ് നിന്നു, പക്ഷെ കുളിക്കാനുമുള്ള ഒരു സാഹചര്യമൊന്നുമില്ല, നമ്മളങ്ങനെ ദീർഘദൂര യാത്രയിലോ മറ്റോ ആണ്. അപ്പോൾ നമുക്കാണെങ്കിൽ നിസ്കരിക്കാമായിരുന്നു എന്നുള്ളൊരു ഒരു ശുദ്ധി നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇപ്രകാരം നമസ്കരിക്കാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്ന ഹൈലായാലും ജനാബത്തായാലും വുളുവിൻ്റെ വുളു എടുക്കുന്നതിന് പകരം നമുക്ക് ഇപ്രകാരം തയമ്മം ചെയ്യാം. ഇനിയിപ്പോൾ കിടപ്പിലായ വല്ല രോഗികളും ഉണ്ടെങ്കിൽ, ഇത് ഹുസൈൻ സലഫിൻ്റെ ക്ലാസ്സിലുള്ള ഒരു അഭിപ്രായമാണ്, പാത്രത്തിലോ അല്ല കടലാസ് വിരിച്ചോ അതിൽ മണ്ണ് വെച്ച് വുളു എടുപ്പിക്കാം അല്ലേ? അപ്പം അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മണ്ണ് തന്നെ ഒരു ബോക്സിൽ, ഇപ്പം മറ്റേ ഓൺലൈൻ റെഡിമെയ്ഡ് വുളുവിൻ്റെ ഇത് കിട്ടാനുണ്ട്, തയമ്മം മണ്ണ് കിട്ടാനുണ്ട് കേട്ടോ, ഒരു ബോക്സ് അടക്കം കിട്ടാനുണ്ട്. അശുദ്ധിയുള്ള മണ്ണാന്ന് പറയുന്നത്, അങ്ങനെയും ചെയ്യാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും പറ്റാത്തൊരു രോഗി, അതിനും പറ്റൂല, അയാൾക്ക് ആ മണ്ണിലെ കൈയടിച്ച് കിടപ്പിൽ വുളു ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ പോലും ബോധമുണ്ടെങ്കിൽ നമസ്കാരം നിർബന്ധമാണ്. അപ്പോൾ ആ ബൈസ്റ്റാൻഡറായിട്ടുള്ള അയാൾക്ക് കൈ മണ്ണിലടിച്ച് ഇയാളെ കൈ ഇതാക്കി കൊടുത്ത് ബിസ്മി അയാൾ ചെല്ലിയാൽ, രോഗി ബിസ്മി ചെല്ലുകയാണെങ്കിൽ അപ്രകാരവും വുളു വെരി ഈസിലി ടു ഡു, അപ്രകാരം എളുപ്പത്തിൽ വുളു ചെയ്യാൻ സാധിക്കും. അത് അതിൻ്റെയൊക്കെ വിശദീകരണം തരട്ടോ. ഒക്കെ ഇൻഷാള്ള വഴിയായിട്ട് ഓരോ കാര്യവും പറയുന്നുണ്ട്. ഓരോ മുറിവുകളും ഓരോ ഫ്രാക്ചറും ഓരോ പ്ലാസ്റ്ററും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇൻഷാല്ല. അത് വിശദമായിട്ടൊരു ക്ലാസ് തന്നെ തന്നു. ഇനി മേലിൽ നിങ്ങൾക്ക് ഈ സംശയം തോന്നിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ ക്ലാസ് കേട്ടാൽ മതിയാവും. ഇനിയിപ്പോൾ ഫ്രാക്ചറാണ്, എല്ലൊക്കെ പൊട്ടി പ്ലാസ്റ്റർ ഇട്ട് അല്ലെങ്കിൽ മുറിവുണ്ട്. പ്ലാസ്റ്ററും നമുക്ക് നനയ്ക്കാൻ പറ്റൂല, മുറിവും നനയ്ക്കാൻ പറ്റൂല അല്ലേ? രണ്ടും സെയിം എഫക്റ്റാണ്. അപ്പം മുറിവുള്ള രോഗിയാണെങ്കിൽ അപ്പം ആ കാര്യവും പറഞ്ഞ് നമുക്ക് നമസ്കാരത്തിൽ അഫലത്തിലാവാൻ ഒരു വകുപ്പുമില്ല, മുറിവുണ്ടെങ്കിൽ പോലും അല്ലേ? അപ്പോൾ 4 ടൈപ്പ് മുറികളെ പറ്റിയിട്ടും അതിന് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ ഓപ്പൺ വൂണ്ട്, അതായത് തുറന്നിട്ട മുറിവ്, അതായത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും, നമുക്ക് പൊള്ളലേറ്റ മുറിവാണെങ്കിൽ എയർ പാസിങ് കൊണ്ടാണ് അത് ഉണക്കേണ്ടത്. പൊള്ളിയ മുറിവ് ആരും തന്നെ എന്താക്കൂല, പിന്നെ പ്ലാസ്റ്റർ ചെയ്ത് വെച്ച് ഒട്ടിച്ചിട്ട് ഉണക്കൂല, അങ്ങനെ പാടില്ല. അപ്പം അങ്ങനത്തെ ഒരു മുറിവാണെങ്കിൽ നമുക്ക് എന്താക്കാം, വെള്ളം പറ്റെങ്കിൽ, ചില മുറിവുകൾക്ക് വെള്ളം ഹലാലായിരിക്കും, വെള്ളം പറ്റെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ
എന്താ ചെയ്യേണ്ടതെന്ന് പറയും. പിന്നെ ഓപ്പൺ വൂണ്ട്, അതായത് ഇതുപോലെ പിന്നെ വെള്ളം യൂസ് ചെയ്യാൻ പറ്റാത്ത മുറിവാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൈകൊണ്ട് തടവാം. അപ്പം നമ്മൾ പിന്നെ ഉളു എടുത്ത കൈ ഉണ്ടാവില്ല, ആ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തടവാം അല്ലേ. അങ്ങനെ വെള്ളം തൊടാൻ പറ്റാത്തതാണെങ്കിലോ അവിടെ ആ ഭാഗങ്ങൾ, ഇപ്പോൾ പ്ലാസ്റ്റർ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ തേമം ചെയ്യാം. ബാക്കിയൊക്കെ ശരിക്കും ഒന്നു ചെയ്യാം, പ്ലാസ്റ്റർ ഇട്ട ഭാഗം മാത്രം തേമം ചെയ്യാം. പിന്നെ ബാക്കിയുള്ള സ്ഥലം മുഴുവനും വുളു ചെയ്ത ശേഷം ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ചെയ്യാം. അതിന്മേൽ തടവിയാൽ മതി. വുളുവിൻ്റെ വെള്ളമുള്ള കൈകൾ കൊണ്ടും തടവാം, അതല്ലെങ്കിൽ തൈമം പോലെയും ചെയ്യാം. കാരണം ചിലടത്ത് വെള്ളമുള്ള കൈ തൊടാൻ പറ്റാത്ത മുറിവുകൾ ഉണ്ടാവും അല്ലേ, ഇൻഫെക്ഷൻ ആകുന്ന മുറിവുകളൊക്കെ ആണെങ്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് തടവിയാൽ മതി. അതായത് രോഗിക്ക് ഇതുപോലെയുള്ള അവസരങ്ങളിൽ രോഗികൾക്കുള്ള സ്പെഷ്യൽ പിന്നെ റിഡക്ഷനാണ് ഇതൊക്കെ. ബാക്കിയുള്ള അവയവങ്ങൾ പറ്റുമെങ്കിൽ മുഴുവൻ ഉളു ചെയ്യുന്നതാണ് ഉത്തമം. അവിടെ മാത്രം തേമം ചെയ്താൽ മതി. എത്രയും ഈ തേമത്തിൽ അതായത് ബാക്കിയുള്ള ഭാഗങ്ങളിലാണ് പൊള്ളിയതെങ്കിൽ നമുക്ക് മുഖവും അല്ല സാധാരണ ഉളു ചെയ്യും പോലെ ചെയ്യാം. ഇൻസൈഡ് പൊള്ളിയ ഉളുവിൻ്റെ പ്രശ്നവും ഇല്ലല്ലോ. ബോഡിയിൽ എവിടെയെങ്കിലും പൊള്ളലാണെങ്കിൽ തേമത്തിൻ്റെ പ്രശ്നം ഇല്ലല്ലോ. മുഖവും കയ്യും കാലും ഒക്കെ കഴുകാലോ. ഇനി ആ പാർട്സിലാണ് വെള്ളം തട്ടാൻ പറ്റാത്ത മുറിവാണ്, ഓപ്പൺഡാണ് എങ്കിൽ പോലും എന്താക്കാന്ന് വെച്ചാൽ ബാക്കിയുള്ള അവയവങ്ങൾ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന അവയവങ്ങൾ വെള്ളം ഉപയോഗിച്ച് ഒന്നു എടുത്തിട്ട് ആ ഭാഗം മാത്രം ജസ്റ്റ് വെള്ളം പറ്റില്ലെങ്കിൽ ഒന്ന് കൈകൊണ്ട് ഒന്നു എടുത്താൽ കൈകൊണ്ട് തന്നെ ഒന്ന് തടവി കൊടുത്താൽ മതി. പിന്നെ ഇതിനെ കുറിച്ചിട്ട് ഇതിനെ കുറിച്ചിട്ട് എത്ര നമസ്കരിക്കാമെന്ന് ചോദ്യമുണ്ട്. ഇങ്ങനെ ഉളു ഈ തൈമത്തിൽ അത് എത്രയും നമസ്കരിക്കാം. നമ്മൾ ഉളു വെച്ചിട്ട് സാധാരണഗതിയിൽ ഓരോ വക്തിലും ഉളു എടുക്കുന്നതിന് ഫളായിലുണ്ട് അല്ലേ. നമുക്കറിയാം, ഒരു ഉളു എടുത്ത് ലോഹറിൻ്റെ ഉളു എടുത്ത് ലോഹർ സ്കെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഉളു പോയിട്ടില്ല, അസർ ബാങ്ക് കൊടുത്തെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഉളു എടുത്താൽ എന്തായി, നൂറൻ അലാ നൂറിഹി. നമ്മൾ നാളെ പരലോകത്ത് ചെന്ന് മാശറയിൽ നിൽക്കുമ്പോൾ ഉളുവിൻ്റെ അവയവങ്ങളിൽ വെള്ളം തട്ടി കഴുകിയവർക്ക് നല്ലൊരു നൂറുണ്ടാവും, പ്രകാശം ഉണ്ടാവും. അപ്പോൾ ഈ ഉളു വെച്ചിട്ട് വീണ്ടും ഉളു എടുക്കുന്നവർക്ക് എന്താണെന്ന് വെച്ചാൽ നൂറൻ അലാ നൂറിഹി, വീണ്ടും പ്രകാശം അവരുടെ മുഖത്തുണ്ടാവും. അപ്പോൾ ഇത്രയും നല്ലതാണ്. അപ്പം ഈ തൈമം വെച്ചിട്ട് ഒന്നോ രണ്ടോ എത്ര നമുക്ക് പറ്റുന്നത്ര നിസ്കരിക്കുന്നതിന് വിരോധമില്ല. സുന്നത്ത് നമസ്കാരത്തിലും അതുപോലെ തന്നെ ഈ തൈമം മതി. അതിനായിട്ട് സ്പെഷ്യൽ വേറെ ഉളു ഒന്നും വേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയും ഫത്വകളാണ് ഹുസൈൻ സലഫിൻ്റെ അഭിപ്രായത്തിൽ. ഇനി ഓക്കെ ഇല്ല, യാത്രേൻ്റെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരു മിനിറ്റ് ഇപ്പം പറയും. ഇല്ല യാത്രേൻ്റെ പറഞ്ഞിട്ടില്ല. ഇത് മുറിവിനെ കുറിച്ചാണ് പറഞ്ഞത്. അബൂ സയ്യിദുൽ ഖിഫാരി റഹിമഹുല്ല റിപ്പോർട്ടഡ് ആ ഹദീസിൽ മലമൂത്ര ഒന്ന് മ്യൂട്ടാക്കണേ. ആരാണ് എല്ലാവരും? റഷീദാ, ഹലോ റഷീദ്, ഒന്ന് മ്യൂട്ടാക്കണേ. റഷീദ് ആ അതിപ്പം കിണറ്റിൽ കുത്തി എന്ന് പറഞ്ഞാൽ അത് പല രീതിയിലുള്ള രോഗികൾ ഉണ്ടാവുമല്ലോ. ആ കിണറ്റിൽ കൊണ്ട് നമുക്ക് ഉള്ളെടുക്കാൻ പോലെ ടഫല്ലേ, ബുദ്ധിമുട്ടല്ലേ. അതിനൊരാൾ പിടിക്കണം, പിന്നെ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ. അപ്പം നമുക്ക് മറ്റേത് തന്നെ ആയിരിക്കും, തേമ്പം തന്നെ ആയിരിക്കും അവിടെ ഉത്തമം. അത് കുറഞ്ഞ സമയമല്ലേ ഉണ്ടാവുള്ളൂ. അത് ശരിക്കുള്ള എന്തെങ്കിലും രോഗാവസ്ഥയിലാണല്ലോ നമ്മൾ ഈ ഗ്ലൂക്കോസൊക്കെ കയറ്റുന്നത്, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഏറ്റവും സേഫ്റ്റി അത് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന. ആ ആ ആ ആ ആ അങ്ങനെ ആകുമ്പോൾ മറ്റേ കൈ കൊണ്ട് നമുക്ക് വുളു ചെയ്യാലോ. മറ്റേ കൈ കൊണ്ട് വുളുവിൻ്റെ എല്ലാം ചെയ്തിട്ട് ഈ കൈ തടവാ, മനസ്സിലായില്ലേ? അങ്ങനെ പറ്റും. അത് നമുക്ക് പറ്റുന്ന വിധത്തിൽ മതിയല്ലോ.
ഇളവുണ്ടല്ലോ. പക്ഷേ മറ്റേ അവയവങ്ങളിലൊക്കെ ഒളുവിൻ്റെ വെള്ളം തട്ടാം. വെള്ളമുണ്ട്, പിന്നെ നമുക്ക് ഒളു എടുക്കൽ ഹലാലുമാണ്. അല്ല, ആ ഭാഗങ്ങളിലൊക്കെ ഒളു ചെയ്യുകയും ചെയ്യാം. അപ്പോൾ രണ്ടും പിന്നെ വകുപ്പുള്ളത് കൊണ്ട് ആ ഭാഗങ്ങൾ ഒളു എടുക്കുന്നതായിരിക്കും നല്ലത്. അള്ളാഹു ആലം. അപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്ത ഓരോ കാര്യങ്ങൾ വെച്ച് സംസാരിക്കുന്നത് പല സ്വഹാബികളുടെ അഭിപ്രായങ്ങളും കൂടെ, അല്ല, അവർക്കുണ്ടായ അനുഭവങ്ങളും കൂടെ വിശദീകരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇനി ബാക്കി സംശയങ്ങൾ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് ഹസൂന ഒന്ന് ഓഫാക്കണേ, മ്യൂട്ടാക്കണേ ഹസൂന. അപ്പോൾ അബൂ സയ്യിദുൽ ഖിഫാരി റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മലമൂത്ര വിസർജനം ചെയ്താൽ വുളു ചെയ്യണം. അതിനാണ് നമ്മൾ ചെറിയ അശുദ്ധി എന്നുള്ളത് അല്ലേ. അങ്ങനെ വെള്ളം കിട്ടാത്ത അത്ര കാലമാണ് നമുക്ക് തയമ്മം ഹലാലാകുന്നത് അല്ലേ. വെള്ളം കിട്ടാത്ത, അതായത് നമ്മൾ തയമ്മത്തിൻ്റെ വുളു ചെയ്ത് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി, അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ വെള്ളം അവൈലബിൾ ആണ് എങ്കിൽ അവിടെ തയമ്മം നിൽക്കൂല കേട്ടോ. തയമ്മം പോയി പിന്നെ നമ്മൾ എന്താക്കണം, ശരിക്കും വെള്ളം കൊണ്ട് വുളു ചെയ്യണം. അപ്പോൾ രണ്ട് കാരണങ്ങളാണ് വുളുവിനുള്ളത്. ഒന്ന് വെള്ളം കിട്ടാത്ത സ്ഥലം, രണ്ട് പിന്നെ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ രോഗികളോ യാത്രക്കാരോ അങ്ങനെ കണ്ടല്ലേ, ഇങ്ങനത്തെ അവസ്ഥകളിലൊക്കെയാണ് നമുക്ക് തയമ്മം ഹലാലായിട്ടുള്ളത്. എന്നാൽ വെള്ളം കിട്ടി എന്ന് വെച്ചാൽ നമ്മളപ്പോൾ അവിടെ എന്താക്കണം, മാറ്റി വുളു ചെയ്യണം. ഫഇന്ന ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഉത്തമം. തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഇപ്രകാരം. പിന്നെ സൂറത്തുൽ മാഇദയിലെ ഒരു ആയത്ത് നമുക്ക് പരിശോധിക്കാം. വൈൻ കുന്തും മർള, നിങ്ങൾ രോഗികളാണെങ്കിൽ, ഔ അലാ സഫരി, അല്ലെങ്കിൽ യാത്രക്കാരാണെങ്കിൽ, ഔ ജാ അഹദും മിൻകും മിനൽ ആയിത്തി ഔലാ മസ്തുൻ നിസായി, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിസർജിച്ചു വരികയോ സ്ത്രീ സംസർഗം നടത്തുകയോ ചെയ്തിട്ട് വെള്ളം കിട്ടാതിരിക്കുകയും ചെയ്താൽ, ഫലം തജിദു മാ, വെള്ളം കിട്ടിയില്ലെങ്കിൽ, ഫതയമ്മമു സഗീദൻ, അതായത് മാലിന്യമില്ലാത്ത മണ്ണ്, സഗീദൻ തൊയ്യിബൻ, ഭൂമുഖത്തിൽ അതായത് ശുദ്ധി വരുത്താൻ പറ്റിയ നല്ല മണ്ണ് ഉപയോഗിക്കുക. ഫഅംസകു വി വുജൂഹിക്കും വ ഐദീക്കും മിൻഹും, അതിൽ നിന്ന് കയ്യും മുഖങ്ങളും നിങ്ങൾ തടവുക. മാ യുരീദുല്ലാഹു ലി യജ്അല അലൈക്കും മിൻ ഹറജിൻ, അതായത് അള്ളാഹു നിങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. വലാകിൻ യുരീദു ലി യുത്ഹിറക്കും, അതായത് നിങ്ങളെ എന്താക്കുന്നു, പരിശുദ്ധി ചെയ്യുവാൻ വേണ്ടി മാത്രമേ അവിടെ അള്ളാഹു ഉദ്ദേശിച്ചത്. അതായത് നിങ്ങൾക്ക് വുളു എടുത്ത് നമസ്കരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ. വുളു ഇല്ലാണ്ട് നിസ്കരിച്ചാൽ എന്തായാലും ശരിയാവില്ല. അതുകൊണ്ട് അലൈക്കും ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകുവാൻ വേണ്ടി. അതിൻ്റെ അടുത്ത ആയത്തിൽ വസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലേ, നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അല്ലേ. വമീസാഖഹുല്ലദി വദാഖഹും ബിഹി, അതായത് നിങ്ങൾ കരുത്ത് ഉള്ളവരാകാൻ വേണ്ടിയിട്ട്. ഇത് കുൽത്തും സമേന വാത്തായന, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു, കേട്ടു, അനുസരിച്ചു. അതന്നെ വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, അള്ളാഹു നിങ്ങളെ ഹൃദയത്തിലുള്ളത് അറിയും. അപ്പം നിങ്ങൾ അങ്ങനെ വുളു എടുക്കുന്നതും തയമ്മം ചെയ്യുന്നതും നമസ്കരിക്കുന്നതൊക്കെ എന്താ, ഈ രോഗം മാറട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് നിന്നൂടെ. രോഗിയാണ്, രോഗം അല്ല തന്നത്, പക്ഷേ അവിടെ യാതൊരു വകുപ്പുമില്ല നിസ്കരിക്കാണ്ട് നിൽക്കാൻ അല്ലേ. ഇനിയിപ്പോൾ മെൻസസ് ആണെങ്കിലും ആ ഡേറ്റ് കഴിഞ്ഞ് ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞാൽ നമസ്കാരം നമ്മളെ മേൽ നിർബന്ധമായി അല്ലേ. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന എന്തെല്ലാന്ന് വെച്ചാൽ, അള്ളാഹു നമ്മളെ ബുദ്ധിമുട്ടിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വിഷ്ണു ക്ലീൻ, നമ്മളെപ്പോഴും ശുദ്ധീകരിച്ച് ബോഡി ക്ലീനായിട്ടിരിക്കുന്ന കാണാനാണ് അള്ളാഹുക്ക് ഇഷ്ടം. അള്ളാഹുവിൻ്റെ നിഅമത്ത് ജനങ്ങൾക്ക് കംപ്ലീറ്റ് നൽകുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. മാത്രവുമല്ല ഇതിൻ്റെ ഒക്കെ ഒരു കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ അദ്കുറുല്ലാഹ, അതായത് നിങ്ങൾ നിഅമത്ത് അദ്കുറുല്ലാഹ, നിഅമത്തിനെ ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിൻ്റെ നിഅമത്തിനെ കുറിച്ച് ധാരാളമായി ഓർക്കുക അല്ലേ. അതെന്താക്കും, നിങ്ങൾക്ക് നന്ദിയുള്ള അടിമകളായിത്തീരും നിങ്ങൾ.
ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകുവാൻ വേണ്ടിയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരവസ്ഥയിലും നമുക്ക് ഗഫലത്തിലായിക്കൂടാ അല്ലേ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് അന്നേരം ചെല്ലലും ദിക്റെല്ലലും ഓതലും താക്കലും ഒക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നൊരു സമയം വേറെ ഒന്നിനുമില്ല. അവസാനമായിട്ടൊരു ചെറിയ ദുആ ഉണ്ടല്ലേ, ആ ദുആ ഓതി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചാണെങ്കിൽ ഫിത്രത്തായും കൊണ്ടായിരിക്കും മരിക്കുക അല്ലേ. അത് നമ്മുടെ അവസാനത്തെ ഒരു ദുആ ആയിരിക്കണം അത്. പിന്നെ നമ്മൾ ആരോട് സംസാരിക്കാൻ പാടില്ല ആ ദുആ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും തുടങ്ങൂലേ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ തുടങ്ങി. പിന്നെ ഇന്ന ഫീ ഖൽഖി സമാവാതി, പിന്നെ ഞാൻ തന്ന ബുക്കിൽ തഹജ്ജുദിൻ്റെ ബുക്കിൽ എത്ര ദുആകളാണ്, പറഞ്ഞു ഓതിയും തീരൂല, അതിന് മാത്രം കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാ അവസ്ഥയിലും അദ്കുറുല്ലാഹ കസീറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, അതായത് നിങ്ങൾ ധാരാളമായിട്ട് അള്ളാഹുവിനെ ഓർത്തു അല്ലേ. നമ്മുടെ വിജയികളുടെ ഏറ്റവും വലിയ ലക്ഷണം അള്ളാഹുവിനെ ഇങ്ങനെ ഓർക്കൽ തന്നെ. പിന്നെ വെള്ളം പറഞ്ഞല്ലോ, വെള്ളം കിട്ടാതിരുന്നിട്ട് നമ്മൾ തയമ്മം ചെയ്തു, വെള്ളം അവൈലബിൾ ആയി, വെള്ളം കണ്ട് ഫലം തെജിതും വെള്ളം കിട്ടായിട്ടാണ്. വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ തയമ്മം ബാത്തിലായി, നമ്മൾ ഉളു ചെയ്യണം. ഇപ്പോൾ ട്രെയിൻ യാത്രയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല, നമുക്ക് ട്രെയിനിൻ്റെ ടോയ്ലറ്റിൽ പോയിട്ട് ഉളു എടുത്തോളണം അല്ലേ. പിന്നെ ഒരു യാത്രയിൽ ഒരു മനുഷ്യന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ അയാൾക്ക് നല്ലൊരു മുറിവ്, ഇഞ്ചുറി തലയ്ക്ക് പറ്റി, വലിയൊരു കല്ല് കൊണ്ടറ്റം. അപ്പം ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് സ്ഖലനം സംഭവിച്ചു, സ്വപ്ന സ്ഖലനം. അപ്പം സ്വഹാബാക്കളോട് അദ്ദേഹം ചോദിച്ചു, എനിക്ക് തയമ്മം ചെയ്യുവാൻ വല്ല ഓപ്ഷനും ഉണ്ടോ? ഇങ്ങനെ ഉണ്ട്, എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല. മാലം തെജിദുലക്ക സുഹൃത്തിന്. അപ്പം സ്വഹാബക്കൾ പറഞ്ഞു, നിനക്ക് യാതൊരു ഇളവും നമ്മൾ കാണുന്നില്ല, അവർക്ക് അത്രേ വിവരമുള്ളൂ, നിനക്ക് പിന്നെ തയമ്മം ചെയ്യാനുള്ള ഒരു ഒഴിവ് കഴിവൊന്നും നമ്മൾ കാണുന്നില്ല. അങ്ങനെ അവരത് പറയുകയും ആ പാവം മനുഷ്യൻ കുളിക്കുകയും ഇഞ്ചുറി കാരണമുള്ള തലയുടെ മുറിവിലൂടെ വെള്ളം ഉള്ളിലേക്ക് കടന്ന് അയാൾ മരിക്കുകയും ചെയ്തു. അത് അവൻ മരിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞേരെ പറഞ്ഞു, അവരെയും അള്ളാഹു കൊല്ലട്ടെ എന്നൊരു ശപിച്ച മാതിരിയുള്ള വർത്താനം. കാരണം അവരുടെ അറിവ്, നമുക്ക് വിവരമില്ലെങ്കിൽ പറയാതിരിക്കലാണ് ഉത്തമം. വിവരമില്ലാത്ത കാര്യങ്ങൾ ഫത്വ കൊടുക്കരുത്. ആ പാവത്തിനെ അവർ കൊന്നൂന്ന് അല്ലേ. അപ്പോൾ തലയിൽ ഇപ്പം നമുക്കൊക്കെ നല്ല വിവരമുണ്ട്. രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ കണ്ട വലിയ വലിയ ഇഞ്ചുറി ഒക്കെ ആണെങ്കിൽ വെള്ളം ഒഴിച്ച് കഴുകാൻ പാടില്ലെങ്കിൽ കഴുകാം. പക്ഷേ പാമ്പ് കടിച്ചാലും നായ കടിച്ചാലൊക്കെ വെള്ളം പറ്റും. പക്ഷെ തലയിൽ മുറിവ് പറ്റുക ഒരു കാരണവശാലും കഴുകരുത്, തുടച്ചെടുക്കല്ലാണ്ട്. ഒന്ന്. രണ്ടാമത്തത്, നമ്മളെ ബന്ധുക്കളോ ആരെങ്കിലും എന്തെങ്കിലും മരണാസന്നമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ എത്തുന്ന മുൻപേ വാഹനത്തിൽ വെച്ചോ വീട്ടിൽ വെച്ചോ. അപ്പം നിങ്ങൾ ചോദിക്കും, നമുക്ക് എങ്ങനെ അറിയാം മരിച്ചോ മരിച്ചില്ലേന്ന്. പക്ഷെ നമുക്ക് മൂക്ക് പിടിച്ചു നോക്കിയാൽ ഒരു സെക്കൻഡ് 2-3 സെക്കൻഡ് മിനിറ്റ് മൂക്ക് പിടിച്ചാൽ ജീവുണ്ടെങ്കിൽ രോഗി പെടയും, മരിച്ച രോഗി പെടയൂല അല്ലേ. നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. അപ്പം അങ്ങനെ ആയിട്ട് ഒരു കാരണവശാൽ ഒരു ഹോസ്പിറ്റലിലും മരിച്ച രോഗിയെ കൊണ്ടുപോകാൻ പാടില്ല. അതിപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടനാ നിയമപ്രകാരം നമ്മൾ ഏറ്റവും കൂടുതൽ, ഇന്ത്യനാണോ എന്നറിയില്ല, കേരള നിയമപ്രകാരം ഒരു മരിച്ച ഡെഡ് ബോഡി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ നിർബന്ധ റൂളാണ്, അവിടെ എത്തുന്ന മുൻപേ മരണപ്പെട്ടതാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് മരിച്ചാണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ എല്ലാം എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ നമ്മളെ ഉപ്പക്കോ ഭർത്താക്കിനോ കുട്ടികൾക്കോ ഒക്കെ അപകടം സംഭവിക്കുമ്പോൾ നമ്മളായിരിക്കും വീട്ടിലുണ്ടാകുക. അപ്പം നമ്മൾ കമ്പൾസറി ആയിട്ട് ഈ റൂൾ അറിഞ്ഞിരിക്കണം. ഒരു കാരണവശാലും അപ്പം ചോദിക്കും മരിച്ചോ ഇല്ലയെന്ന് എങ്ങനെ സർട്ടിഫൈ ചെയ്യും? അത് ചെയ്യാം. കാറിൽ വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഡോക്ടറെ ഡോക്ടർ വീട്ടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയാൽ ഡോക്ടർ വന്ന് നോക്കുമല്ലോ. ഇനി അതെല്ലാം നമുക്ക് അറിയുന്ന പരിചയമുള്ള ആരെങ്കിലും കൊണ്ടുവന്ന് നോക്കുകയും ചെയ്യാം. എന്നിരുന്നാൽ പോലും ഡെഡ് ബോഡി ഒരു കാരണവശാലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത്. കാരണം അവരെന്തായാലും അടുത്ത ദിവസം പയ്യോളി വെച്ചിട്ട് ഒരു മനുഷ്യൻ 85 വയസ്സറ്റായിട്ട് ടോയ്ലറ്റിൽ വീണിട്ട് ബോധം പോയതാണ്. അങ്ങനെ അവരെല്ലാം കൂടെ അന്നേരത്തെ ജഗപുകയിൽ എല്ലാവരും കൂടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേന് രോഗി മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതും ഇല്ലാത്തൊരു പ്രശ്നവും ഇല്ലാത്തൊരു പ്രായമായ മനുഷ്യനെ കൊണ്ടുപോയി പിന്നെ മോർച്ചറിയിലിട്ട് പിന്നെ ഓരോ സൗകര്യത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിരപരാധിയായ ആൾക്കാരെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഭയങ്കര കഷ്ടമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അങ്ങനെ പലതും ഉണ്ടാവും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ നിൽക്കാൻ നമുക്കൊരു ഓപ്ഷനും ഇല്ല, കൊണ്ടുപോകണം. പക്ഷേ മരിച്ചോ ഇല്ലയെന്ന് ഹോസ്പിറ്റലിൽ എത്തുന്ന മുമ്പേ നമ്മൾ സർട്ടിഫൈ ചെയ്യണം. അഥവാ മരിച്ചു പോയാൽ
നമ്മൾ വേഗം എന്താക്കണം, വേറെ ഡോക്ടറെ വിളിച്ച് സർട്ടിഫൈ ചെയ്യണം. മരണം സ്ഥിരീകരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കുക. അത് മാത്രമേ ചെയ്യാനുള്ളൂ. ഇൻഷാ അല്ലാഹ്. അത് വിഷയാസ്പദമായിട്ട് പറഞ്ഞെന്ന് മാത്രം. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യാവസ്ഥയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സംഭവത്തിൽ വളരെ ദേഷ്യം പിടിച്ചു. കാരണം ഇല്ലേ, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളൊക്കെ ആയിരിക്കും നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഈ ഒരു പ്രാഥമിക വിവരം ഇല്ലെങ്കിൽ നമ്മളായിട്ട് ആ രോഗിനെ കൊണ്ടുവച്ചിട്ട് പോസ്റ്റ്മോർട്ടത്തിന് വെറുതെ എപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്നതാണല്ലോ അല്ലേ. അപകട മരണത്തെക്കുറിച്ചും പോസ്റ്റ്മോർട്ടത്തിനെ കുറിച്ചും റബ്ബിനെ കാത്ത് രക്ഷിക്കണേ എന്നില്ലേ, വലിയ വലിയ ഓപ്പറേഷനുകളെ കുറിച്ചൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷിക്കണമെന്ന് ദുആ ചെയ്യുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത, ഒരു ആത്മഹത്യ ഇല്ലാത്തൊരു മയ്യത്തിനെ പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ കെയർലെസ് ആണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അറിയുന്നവരോടും കൂടെ ഈ ഒരു സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇയാൾ മരിച്ച വിഷയത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അങ്ങനെ നബിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ദേഷ്യം വരാറില്ല അല്ലേ. അവരെയും അള്ളാഹു അവരെയും കൊല്ലട്ടെ. അപ്പം ഫൈനമാ യോത്തിഹി ബി തയമം, അവർക്ക് അദ്ദേഹത്തിന് തയമം മതിയാവുമായിരുന്നു അല്ലേ. അദ്ദേഹത്തിനൊരു തയമം ചെയ്യേണ്ട അവസ്ഥ ആയിരുന്നു. അത് സത്യസന്ധമായിട്ട് ആ മനുഷ്യനത് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇതില്ലേ. അപ്പം അറിവില്ലാത്തവർ ഫത്വ കൊടുക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണമെന്നും കൂടെ പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം എന്തായിരിക്കും വെച്ചാൽ, അറിയാത്ത കാര്യം ഐ ഡോണ്ട് നോ എന്ന് പറയണം അല്ലേ. അതാണ് വലിയ വിവരം അല്ലേ. നമുക്കൊരറിയാത്ത കാര്യം ഒരാൾ ചോദിച്ചാൽ നമ്മൾ പറയണം. ഇപ്പോൾ അനന്തരാവകാശ സ്വത്ത്, സക്കാത്ത്, പിന്നെ ഇതെന്തല്ല ഡിവോഴ്സ്, അങ്ങനെ കണ്ട ഒരുപാട് വിഷയങ്ങളിൽ എന്തൊക്കെയോ ഫത്തുകളാണ്. സക്കാത്തൊന്നും നമുക്ക് കൈവച്ചാൽ ഒന്നും തിരിയൂല അല്ലേ. അമ്മാതിരി വിഷയങ്ങളിലൊന്നും നമ്മളൊക്കെ പറയും. പലിശക്കൊക്കെ ഭയങ്കര സുദീർഘമായ വിഷയമാണ്, ഭയങ്കര ടഫാണ് അതിൻ്റെ ഹദീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ചോദിച്ചാൽ അറിയില്ല എന്ന് തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് പ്രഗത്ഭ പണ്ഡിതന്മാരെ അവർ സമീപിക്കട്ടെ. പിന്നെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തആല, അദ്ദേഹത്തിന് ഒരിക്കൽ ജനാബത്തോ സ്വപ്നസ്ഖലനമോ എന്തോ അല്ലാഹു അലം, അദ്ദേഹം പിന്നെ യാത്രയിലായിരിക്കെ അദ്ദേഹം എന്തോ ചെയ്തു എന്ന് വെച്ചാൽ തയമ്മം ചെയ്തു ഇമാമായിട്ട് നമസ്കരിച്ചു. നല്ല ധൈര്യമുണ്ട് അല്ലേ. അങ്ങനെ സ്ഖലനം സംഭവിച്ച ശേഷം തയമ്മം ചെയ്തിട്ട് ഇമാമായിട്ട് നമസ്കരിക്കുകയും ചെയ്തു. അപ്പം നമുക്കറിയാം ആ കാലഘട്ടത്തിലൊക്കെ എന്തൊരു തെറ്റ് കണ്ടാലും അപ്പം നബിൻ്റെ ചുവട്ടിലെത്തിച്ച് നബി കേട്ട് അത് സർട്ടിഫൈ ചെയ്താലേ അവരത് അംഗീകരിക്കുകയുള്ളൂ. വേറെ ആര് ചെയ്താലും അവർ കേൾക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, താങ്കൾ അങ്ങനെ കുളിക്കാതെ നമസ്കരിച്ചുവോ? അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. യാ അമ്മി, അപ്പം ഇന്നല്ലാഹ ബിക്കും റഹീമ ഫി ലൈലത്തിൻ ബാരിദത്തിൻ. അപ്പം ആ അംർ ഇബ്നു ആസ് കൊടുത്ത മറുപടിയാണ് ഇന്നല്ലാഹ ബിക്കും റഹീമ, അള്ളാഹു എൻ്റെ അടിമകളോട് കാരുണ്യമുള്ളവനാണ്. ഫി ലൈലത്തിൻ ബാരിദത്തിൻ, അതിശൈത്യമുള്ളൊരു രാത്രിയായിരുന്നു അല്ലേ, ഭയങ്കര തണുപ്പ്. ഞാനെങ്ങാനും കുളിച്ചാൽ ഞാൻ രോഗിയാകി പോകുമോ എന്ന് ഭയപ്പെട്ടു അല്ലേ. അതായത് ഭയങ്കരമായ തണുപ്പ്, ഐസ് പോലത്തെ തണുപ്പ്. ഗൾഫിലൊക്കെ നിന്നവർക്കറിയാം, ഗൾഫിലും അമേരിക്കയിലൊക്കെയാണ്. ഇവിടെ മലയാളിയൊക്കെ അതിപ്പോൾ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം അവിടെയൊക്കെ -0 ഡൽഹിയിലൊക്കെ ഉണ്ടാവും അതുപോലത്തെ തണുപ്പ്. അങ്ങനത്തെ തണുപ്പിൽ അന്ന് വെള്ളം ചൂടാക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല, യാത്രയല്ലേ. അപ്പം അങ്ങനത്തെ തണുപ്പിൽ കുളിച്ചാൽ രോഗിയായി പോയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അങ്ങനെ ഓവറായിട്ട് ചൂടുള്ള വെള്ളമാണ് നമുക്ക് അവൈലബിൾ, അത് തണുപ്പിക്കാൻ യാതൊരു രക്ഷയില്ല. നല്ല ചൂടുള്ള പ്ലേസിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും ഈ റൂൾ ഉപയോഗിക്കാം. വലാ തഖ്തുലു അൻഫുസക്കും ഇന്നല്ലാഹ കാന ബിക്കും റഹീമ. അതായത് ഞാൻ അള്ളാഹുവിൻ്റെ ഖുർആനിലെ ഒരായത്ത് കണ്ടിട്ടുണ്ട്, വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്, ഇന്നല്ലാഹ ബിക്കും റഹീമ. അതായത് കഴിയാത്ത കാര്യങ്ങൾ, ബുദ്ധിമുട്ടുള്ള, അള്ളാഹു നമുക്ക് എപ്പോഴും എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് ഒരായത്ത് ഓതി കൊടുത്തു. അപ്പോൾ ഫളഹിക യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ട് ചിരിച്ചു പോയി. ആ ആയത്ത് കേട്ടപ്പോൾ ഇത്
പ്രവർത്തിക്കാൻ വേണ്ടി മൂപ്പര് പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്തിൻ്റെ വിശദീകരണങ്ങൾ ശരിയായി തോന്നുകയും ന്യായമായ കാരണമാണെന്ന് മനസ്സിലാകുകയും ചെയ്തു. അപ്പോൾ എന്തായി, ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകാരം കൊടുത്തതുണ്ട്, ചിലത് പഠിപ്പിച്ചു കൊടുത്തതുണ്ട് അല്ലേ. അങ്ങനെ പല ചിലത് ഖുർആൻ ആയത്തായിരിക്കും, ചിലപ്പോൾ ഹദീസായിരിക്കും, ചിലപ്പോൾ സഹാബാക്കൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണെന്ന് അംഗീകരിച്ചതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈ വിഷയവും അംഗീകരിച്ചു. ന്യായമായ കാരണമെന്ന് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അംഗീകരിച്ചു. അപ്പോൾ അതുപോലെ ചുട്ടുപൊള്ളുന്ന അവസരത്തിലോ, ഇപ്പോൾ വീട്ടിൽ വാട്ടർ ഹീറ്റർ ഒന്നും ഇല്ല, പ്രായമായ പെണ്ണുങ്ങളാണ്, നല്ല ശ്വാസം മുട്ടലാണ്, അല്ലെങ്കിൽ പനിക്കുന്നുണ്ട്, പറ്റൂല, പക്ഷെ നമുക്ക് ജനാപത്ത് കുളി വന്നു, അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ വിധത്തിൽ തയമ്മും ചെയ്തിട്ട് നമസ്കരിക്കാം. പിന്നെ വെള്ളം അവൈലബിൾ ആയ സമയത്ത് സാധാരണ പോലെ കുളിക്കാം. അബൂ ദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ്. പിന്നെ നജസില്ലാത്ത മാലിന്യം കലർന്ന പിന്നെ ഭൂമി, സഗീദുൻ ത്വയ്യിബൻ എന്ന് പറയുന്നത് അറുള്, അതായത് വിശ്വവിഖ്യാത പണ്ഡിതൻ അബൂ ഇസ്ഹാഖ് അസ്സജാജ് എന്ന ഭാഷാ പണ്ഡിതൻ. ഇദ്ദേഹം പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇദ്ദേഹം അറബി ഭാഷയിലുള്ള എല്ലാ വാക്കുകൾക്കും ട്രാൻസ്ലേഷൻ എഴുതിയിട്ടുള്ള ഭയങ്കര വിജ്ഞാന ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പറയുന്നു, ഹുവ കുല്ലു തുറാബിൻ തയ്യിബ് അല്ലേ, എല്ലാ മണ്ണും പിന്നെ നല്ല പരിശുദ്ധമായ മണ്ണും ഉപയോഗിക്കാം. സ്വഹീദും തൊയ്യിബും എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ നല്ല സ്ഥലങ്ങളും. അപ്പോൾ വജുഹുൽ അർള്, ഭൂമിയുടെ പ്രമുഖത്തുള്ള വെള്ളങ്ങൾ അല്ല, പിന്നെ ശുദ്ധമായ പ്രതലം നമുക്ക് ഇതിന് ഉപയോഗിക്കാം, നജസ് ഇല്ലാത്തത്. അപ്പം ഇവിടെ മണ്ണ് വേണമെന്ന് നിർബന്ധമില്ല, സ്വഹീദൻ തൊയ്യിബൻ ആയാൽ മതി, തൊയ്യിബൻ ആയാൽ മതി. അതായത് അശുദ്ധി, ഇപ്പോൾ ഞങ്ങളാരോ ചോദിച്ചല്ല, നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് പോയി ഒളു ഉണ്ടാക്കാൻ പറ്റാഞ്ഞാൽ, അപ്പോൾ ഇരുന്നിടത്തുനിന്ന് ഒളു എടുക്കണം, വീട്ടിൽ ആരും ഇല്ല, അപ്പോൾ ഒളു എടുത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല, അപ്പോൾ കാലിനൊക്കെ ഓപ്പറേറ്റ് ഒക്കെ ചെയ്താൽ നമുക്ക് താഴ്ത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളെ ഭൂമിയിലുള്ള പ്രതലത്തിൽ തന്നെ പിന്നെ നജസ് കലരാത്തപ്പോൾ, നമ്മളിപ്പോൾ മൂത്രമൊഴിച്ചും മാലിന്യങ്ങളൊന്നും വീട്ടിൻ്റെ അകത്തൊന്നും എല്ലാ ഭാഗത്തും, അപ്പം നമുക്ക് ചുമരോ പിന്നെ മറ്റേ ബസ്സിൻ്റെ പുറത്തുള്ള സീറ്റിലൊക്കെ തട്ടിയിട്ട് വുളു ചെയ്യാമെന്നാണ് ഈ ഭാഷാ പണ്ഡിതൻ്റെ അഭിപ്രായത്തിൽ സിറാജ് ബാലുശ്ശേരി മൗലവി വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടും പറയുന്നുണ്ട് അല്ലേ, ശുദ്ധമായ മണ്ണുമാകാം, അതല്ലെങ്കിൽ ശുദ്ധമായ പ്രതലവുമാകാം അല്ലേ. ഈ രണ്ട് വിഷയത്തിലും അഭിപ്രായങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് സൗകര്യം പോലെ നല്ല മണ്ണ്, ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കട്ടുമ്പോൾ കിടക്കുന്ന ഒരു രോഗിയാണ്, കുറച്ച് നല്ല മണ്ണ് കൊണ്ടുവച്ച് കടലാസിലോ എന്തെങ്കിലും വെച്ച് സ്ഥിരമായിട്ട് അങ്ങനെയും ഒന്നും ചെയ്യാം. അതല്ലെങ്കിൽ ശുദ്ധമായ പ്രതലം ഉദ്ദേശിക്കുന്നത് നജസും മാലിന്യം ഒന്നും ഇല്ലാത്ത പ്രതലം. അപ്പോൾ ഓക്കെ, ഇഫ് യു ക്ലീൻ, അതായത് നിങ്ങൾ പിന്നെ വൃത്തി ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇപ്രകാരം രണ്ട് രീതിയിലും ചെയ്യാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന വിഷയാസ്പദമായ സംശയം വല്ലതുണ്ടെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം. അല്ലാഹു അലം. അപ്പോൾ സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും നല്ല അറിവുകൾ ലഭിക്കുവാനും ആ അറിവിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക അല്ലേ. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിനെ സംബന്ധിച്ചിട്ട് പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാകാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ക്ലാസ് വൈൻഡപ്പ് ചെയ്ത ശേഷം ഇതിൻ്റെ ശരിക്കുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.